ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സീരീസ് ആണ് ദ ബോയ്സിന്റെ 4ാം സീസൺ. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബോയ്സിന്റെ സീസൺ 1ഉം 2ഉം 3ഉം കണ്ടവർക്ക് അറിയാം അതില് എന്തുമാത്രം വയലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന്. ഈ സീസണ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് രോഹിത് ശർമ്മ കോഹ്ലിയെ പറ്റി പറഞ്ഞതിന്റെ കൂട്ടാണ് എനിക്ക് ആ സീസൺ കണ്ടപ്പോൾ ഫുൾ എനിക്ക് ഫീൽ ആയത്. അവരതിന്റെ എനർജി ഫുള്ള് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്തൊരു സീസണിന് വേണ്ടിയിട്ട്. ഫൈനൽ സീസണിന് വേണ്ടിയിട്ട് അതിന്റെ ഫുൾ എനർജിയും അവര് സേവ് ചെയ്യുന്നത് പോലാണ് എനിക്ക് ഫീൽ ആയത്. അതായത് ഈ ഒരു സീസണിൽ അത്രയും വയലൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ബോയ്സ് എന്ന് പറയുന്ന സീരീസ് കാണുന്നത് തന്നെ ആ ഒരു വയലൻസ് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീരീസ് കാണുന്നത്. ഇതില് പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും ഊക്കിയൊക്കെ വിടുന്നുണ്ട്. നൈസിന് എല്ലാവരെയും അവര് ഊക്കിയൊക്കെ വിടുന്നത് നൈസായിട്ടുണ്ട്. പിന്നെ സ്റ്റോറി ലൈൻ ആയാലും ഒരുപാട് ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒരുപാട് സ്റ്റോറി ബേസിലാണ് ഇതില് സീസൺ ഫുള്ള് പോകുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത സീസൺ 5 ഈ കാണിക്കുന്നതിന്റെ എല്ലാത്തിന്റെ ഇമ്പാക്ട് കയറ്റി വിടാനൊക്കെ ഉണ്ടാണെന്ന് തോന്നുന്നു അവര് ഈ ഒരു സീസൺ ഇങ്ങനെ ലോ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ബോയ്സ് കാണുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയ ജെൻ ബി എല്ലാരും കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതിന്റെ അവസാനം വരുന്നതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ലാസ്റ്റ് 8ാമത്തെ എപ്പിസോഡ് കാണുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ജെൻ വി കാണണം. എങ്കിലേ അതിന്റെ ഫുള്ള് സ്റ്റോറി നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇത് ബോയ്സ് സീസൺ 4 നല്ലൊരു സീസൺ തന്നെ ആയിരുന്നു. എനിക്ക് അങ്ങനെ ബോറടിയോ അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. 8 എപ്പിസോഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിലും ബോറടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത എപ്പിസോഡ് കാണാനെ കൊണ്ടുള്ള ആ ഒരു ഫീൽ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.